നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്നംകുളം നഗരസഭയുടെ EK നായനാർ ഷോപ്പിംഗ് കോംപ്ലക്സിലെ ലേലത്തിൽ പോകാത്ത 2 കടമുറികൾക്ക് ഓഫർ ക്ഷണിച്ചതിൽ ക്രമക്കേട് ആരോപിച്ച് കൗൺസിൽ യോഗത്തിൽ കോൺഗ്രസ് RMP അംഗങ്ങളുടെ ബഹളം. വിവാദ അജണ്ട വോട്ടിനിട്ട് പാസാക്കിയ ശേഷം മറ്റ് അജണ്ടകൾ പാസാക്കിയതായി പ്രഖ്യാപിച്ച് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ കൗൺസിൽ യോഗം പിരിച്ചുവിട്ടു. പ്രസിദ്ധമായ പാർക്കാടി പൂരത്തിന് കൊടിയേറി. പൂരം ജനുവരി 19 ഞായറാഴ്ച ഒരുക്കങ്ങളാകുന്നു. ഭക്തിയുടെ നിറവിൽ മകരച്ചൊവ്വ ആഘോഷങ്ങൾ. ദേവീപ്രീതിക്കായി പ്രദേശത്തെ ഭഗവതി ക്ഷേത്രങ്ങളിൽ നടന്ന പൊങ്കാല സമർപ്പണം ഭക്തി നിർഭരമായി. ദേശസ്നേഹത്തിന്റെ മഹനീയ മാതൃക പകർന്ന മണത്തല മർഹൂം ഹൈദ്രോസ് കുട്ടി മൂപ്പരുടെ ഓർമ്മയ്ക്കായുള്ള 237ാമത് ചന്ദനക്കുട നേർച്ചയ്ക്ക് കൊടിയേറി. മഹല്ല് പ്രസിഡന്റ് PK ഇസ്മായിൽ പതാക ഉയർത്തി. നേർച്ചയാഘോഷം ജനുവരി 27, 28 തീയതികളിൽ. വടക്കേക്കാട് മേഖലയിൽ തെരുവുനായ ശല്യം രൂക്ഷം. നായ്ക്കളിൽ നിന്നും ഓടി രക്ഷപ്പെടവേ സ്കൂൾ വിദ്യാർത്ഥിക്ക് വീണു പരിക്കേറ്റു. കൈമുട്ടിന് പൊട്ടലേറ്റ വിദ്യാർത്ഥിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. വിശദമായ വാർത്തയിലേക്ക്. കുന്നംകുളം നഗരസഭയുടെ EK നായനാർ ഷോപ്പിംഗ് കോംപ്ലക്സിലെ ലേലത്തിൽ പോകാത്ത 2 കടമുറികൾക്ക് ഓഫർ ക്ഷണിച്ചതിൽ ക്രമക്കേട് ആരോപിച്ച് കൗൺസിൽ യോഗത്തിൽ കോൺഗ്രസ് RMP അംഗങ്ങളുടെ ബഹളം. ഇതിനിടയിൽ വിവാദ അജണ്ട വോട്ടിനിട്ട് പാസാക്കിയ ശേഷം മറ്റ് അജണ്ടകൾ പാസാക്കിയതായി പ്രഖ്യാപിച്ച് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ കൗൺസിൽ യോഗം പിരിച്ചുവിട്ടു. നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടെന്ന് ഭരണപക്ഷം ചൂണ്ടിക്കാട്ടിയപ്പോൾ ഇതു സംബന്ധിച്ച് ജില്ലയ്ക്ക് പുറത്ത് പത്രപരസ്യം നൽകിയതടക്കം നടപടിക്രമം പാലിക്കാതെയുള്ള ദുരൂഹത നിറഞ്ഞ അജണ്ട റദ്ദാക്കണമെന്ന് കോൺഗ്രസ് നേതാവ് ബിജു സി ബേബി ആവശ്യപ്പെട്ടു. ഈ പത്രം ചെയർമാനോ ഇവിടെയുള്ള ആർക്കും വേണ്ടി പരിശോധിക്കാം. ഈ പത്രത്തില് 11ാമത്തെ പേജിൽ അങ്ങനെ ഒരു പരസ്യം ഉണ്ടെങ്കിൽ ചെയർമാനോട് പറഞ്ഞതൊക്കെ ഞാൻ പിൻവലിക്കാം. ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇത് പത്രം പറയുന്നത് എവിടേക്കാണ്? പത്രം കൊച്ചിയിലാണ് പത്രം അടിക്കുന്നത്. കുന്നംകുളം നഗരസഭയിൽ ഒരു റൂം വാടകയ്ക്ക് കൊടുക്കുമ്പോൾ അതിന്റെ ഓഫർ ക്ഷണിക്കുമ്പോൾ അതിന് പരസ്യം കൊടുക്കുന്നത് എവിടെയാണ്? ഏത് പത്രത്തിന് കൊടുക്കണം? തൃശ്ശൂർ ജില്ലയിലെ പത്രത്തിന്, തൃശ്ശൂർ എഡിഷനിൽ കൊടുക്കണം. ചെയർപേഴ്സൺ കാര്യങ്ങൾ മറച്ചുവെക്കുകയാണെന്ന് ബിജു സി ബേബി ആരോപിച്ചു. ശുചിത്വ നഗരപദവിയിലേക്ക് കുതിക്കുന്ന നഗരസഭയ്ക്ക് അപമാനമായി നഗരത്തിലെ റോഡരികിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് സൂക്ഷിച്ച വാഹനങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് കൗൺസിൽ യോഗം പോലീസിനോട് ആവശ്യപ്പെട്ടു. BJP അംഗം ഗീതാ ശശിയാണ് വിഷയം ഉന്നയിച്ചത്. ഗവൺമെന്റ് സ്കൂൾ പരിസരത്തും തൃശൂർ റോഡിലും നഗരസഭാ ഓഫീസ് റോഡിലുമാണ് പോലീസ് പിടിച്ചെടുത്ത വാഹനങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത്. ഇത് യാത്രക്കാർക്കും മറ്റു വാഹനങ്ങൾക്കും അപകട ഭീഷണിയാണെന്ന് കൗൺസിലർമാർ പറഞ്ഞു. വാഹനങ്ങൾ നീക്കം ചെയ്യാൻ കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പറഞ്ഞു. വാർഡുകളിൽ മാലിന്യം വലിച്ചെറിയുന്ന പൊതുസ്ഥലത്ത് ചെടികൾ വെച്ച് പിടിപ്പിച്ച് പൂന്തോട്ടം നിർമ്മിക്കുന്ന സ്നേഹാരാമം പദ്ധതി ആരംഭിക്കും. പദ്ധതിക്ക് വാർഡുകൾക്ക് 10,000 രൂപ നൽകും. സ്നേഹാരാമത്തിന്റെ സംരക്ഷണം വാർഡ് കൗൺസിലർമാർക്ക് ആയിരിക്കും. നല്ല രീതിയിൽ നടത്തുന്ന സ്നേഹാരാമം പദ്ധതിക്ക് സമ്മാനം നൽകുമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. കോൺഗ്രസ് അംഗങ്ങളുടെ എതിർപ്പ് അവഗണിച്ച് നഗരസഭാ ലൈബ്രറിയുടെ സുഗമമായ നടത്തിപ്പിന് ജാമ്യതുകകളും വിവിധ ഫീസുകളും വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. കാട്ടുപന്നിയെ നശിപ്പിക്കാൻ ലൈസൻസിയെ നിയോഗിച്ചു. ഒരു പന്നിക്ക് 1000 രൂപ നൽകും. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി ചെയർമാൻമാരായ PM സുരേഷ്, T സോമശേഖരൻ, PK ഷബീർ, കൗൺസിലർമാരായ AS സുജീഷ്, VK സുനിൽകുമാർ, ഷാജി അലിക്കൽ, മിഷ സെബാസ്റ്റ്യൻ, ലബീബ് ഹസൻ, ബീന രവി, റീജ സലീൽ, KK മുരളി എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. പ്രസിദ്ധമായ മണത്തല ചന്ദനക്കുട നേർച്ചയ്ക്ക് കൊടിയേറി. ചൊവ്വാഴ്ച രാവിലെ ജാറം പരിസരത്ത് മഹല്ല് പ്രസിഡന്റ് PK ഇസ്മായിൽ പതാക ഉയർത്തി. നേർച്ചയുടെ വിളംബരമായ മുട്ടുമിളിയോടെയായിരുന്നു പതാക ഉയർത്തൽ. മഹല്ല് ഭാരവാഹികളും വിശ്വാസികളും ചടങ്ങിൽ പങ്കെടുത്തു. രാത്രി മഗ്രിബ് നിസ്കാരത്തിനു ശേഷം താബൂത്ത് അലങ്കരിക്കുന്നതിനു വേണ്ടി തെക്കഞ്ചേരിയിലേക്ക് കൊണ്ടുപോയി. മർഹൂം ഹൈദ്രോസ് കുട്ടി മൂപ്പരുടെ ഓർമ്മയ്ക്കായുള്ള 237ാമത് ചന്ദനക്കുട നേർച്ച ജനുവരി 27, 28 തീയതികളിലാണ് ആഘോഷിക്കുന്നത്. പാർക്കാട്
തിരുവമ്പാടി കൊടിയേറി. കാലത്ത് വിശേഷാൽ പൂജകൾക്ക് ശേഷമായിരുന്നു കൊടികയറ്റം. ജനുവരി 19 ഞായറാഴ്ചയാണ് പൂരാഘോഷം. ക്ഷേത്രമൂരാളൻ, തോട്ടപ്പായ മനക്കൽ ശങ്കരൻ നമ്പൂതിരി, സജീഷ് നമ്പൂതിരി എന്നിവർ ശ്രീകോവിലിൽ നിന്നും പൂജിച്ചു നൽകിയ കൊടിക്കൂറ ക്ഷേത്രം കോമരം രാജേഷ് കുട്ടഞ്ചേരിയുടെ നേതൃത്വത്തിൽ ദേശവാസികൾ ചേർന്ന് ഉയർത്തി. തുടർന്ന് കലംകരിക്കൽ ചടങ്ങും നടത്തി. പൂരദിവസം രാവിലെ വിശേഷാൽ പൂജകൾ, കലംകരിക്കൽ, ശേഷം 3 മണിയോടെ ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. പൂതൃക്കോവിൽ പാർത്ഥസാരഥി തിടമ്പേറ്റും. 2:30 ദേവസ്വം പൂരം എഴുന്നള്ളിപ്പ്. പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ പ്രമാണിത്വത്തിൽ വെള്ളിത്തിരുത്തി ഉണ്ണിനായർ, ചൊവ്വല്ലൂർ മോഹനൻ, ചൊവ്വല്ലൂർ സുനിൽ, വെള്ളിത്തിരുത്തി ജിനേഷ് എന്നിവർ അടങ്ങുന്ന സംഘത്തിന്റെ പഞ്ചാരിമേളം നടക്കും. 4 മണിയോടെ ദേശപൂരങ്ങൾ എത്തിച്ചേർന്ന് 5:45 35ഓളം ഗജവീരന്മാർ അണിനിരക്കുന്ന പാണ്ടിമേളത്തോടുകൂടിയ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. വടക്കേ നടക്കൽ, കാവടി, തെയ്യം എന്നീ നാടൻ കലാരൂപങ്ങളുടെ വേല ഇറങ്ങും. ശേഷം നടക്കൽപ്പറ, ദീപാരാധന എന്നിവയോടെ പകൽപൂരത്തിന് സമാപനമാകും. വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും നാടിന്റെയും സമാധാന ജീവിതത്തിന് ആത്മീയമായ ശാക്തീകരണം അനിവാര്യമാണെന്ന് പാണക്കാട് മൂയിനലി ശിഹാബ് തങ്ങൾ. കോട്ടോൾ സെൻട്രൽ ജുമാ മസ്ജിദിലെ മജ്ലിസുനൂർ ആത്മീയ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മദ്യം, മയക്കുമരുന്ന്, വ്യഭിചാരം പോലുള്ള തിന്മകൾ വ്യാപകമാണ്. വിദ്യാർത്ഥികൾ വഴിതെറ്റിപ്പോകുന്നത് തടയാൻ രക്ഷിതാക്കളുടെ ശ്രദ്ധ മാത്രം പോരാ. കൃത്യമായ ആത്മീയ ചട്ടക്കൂടിൽ അവരെ വളർത്തണം. രക്ഷിതാക്കളുടെ കണ്ണ് മറഞ്ഞിരിക്കുമ്പോഴും തിന്മകളിൽ നിന്ന് കുട്ടികളെ വിലക്കാൻ ആത്മീയ ശാക്തീകരണത്തിലൂടെ മാത്രമേ സാധിക്കൂവെന്നും മൂയിനലി തങ്ങൾ പറഞ്ഞു. സമസ്തയുടെ മഹലുകളിൽ മാസം തോറും നടത്തുന്ന മജ്ലിസുനൂർ കോട്ടോൾ സെൻട്രൽ ജുമാ മസ്ജിദ് മഹലിൽ മൂയിനലി തങ്ങൾ സ്ഥാപിച്ചു. മഹൽ പ്രസിഡന്റ് VA ഉമർ മൗലവി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. മഹൽ ഖത്തീബ് സയ്യിദ് അഹ്സനി, ഉമൈർ ഫൈസി, മുഹമ്മദ് അസ്ലാം ഹുദവി, അഡ്വക്കേറ്റ് VC ലത്തീഫ് എന്നിവർ സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് MK അബ്ദുൽ ഖനി സ്വാഗതവും സെക്രട്ടറി MM ഇബ്രാഹിം മുസ്ലിയാർ നന്ദിയും പറഞ്ഞു. വടക്കേക്കാട് മേഖലയിൽ തെരുവുനായ ശല്യം രൂക്ഷം. നായ്ക്കളിൽ നിന്നും ഓടി രക്ഷപ്പെടവേ സ്കൂൾ വിദ്യാർത്ഥിക്ക് വീണു പരിക്കേറ്റു. കൈമുട്ടിന് പൊട്ടലേറ്റ വിദ്യാർത്ഥിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. വടക്കേക്കാട് എരിഞ്ഞിപ്പടി പള്ളിക്കു സമീപമാണ് തെരുവുനായ്ക്കൂട്ടത്തെ കണ്ട് ഓടുന്നതിനിടയിൽ വീണ് 14-കാരന് പരിക്കേറ്റത്. എരിഞ്ഞിപ്പടി കോലാട്ടയിൽ ബഷീറിന്റെ മകനും കല്ലൂർ വട്ടമ്പാടം ICA ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ അബ്ദുൾ ബാസിത്തിനാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. വീടിനടുത്തുള്ള പറമ്പിൽ കളിക്കാൻ പോവുകയായിരുന്ന കുട്ടിക്കു നേരെ നായ്ക്കൂട്ടം ഓടിവരികയായിരുന്നു. ഒറ്റയ്ക്കായിരുന്ന ബാസിത്ത് നായ്ക്കൂട്ടത്തെ കണ്ട് ഓടിയപ്പോൾ വീണ് കൈമുട്ട് പൊട്ടുകയായിരുന്നു. അടുത്തുള്ള പറമ്പിൽ പണിയെടുത്തുകൊണ്ടിരുന്നയാൾ വന്ന് നായ്കളെ ഓടിപ്പിച്ചതിനാലാണ് നായ്കളുടെ കടിയിൽ നിന്നും ബാസിത്ത് രക്ഷപ്പെട്ടത്. പരിക്കേറ്റ ബാസിത്തിനെ ആദ്യം പുന്നൂക്കാവിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചു. കൈമുട്ടിന്റെ പൊട്ടലിനെ തുടർന്ന് ഇവിടെ നിന്നും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി. കുട്ടിയുടെ കൈമുട്ടിന് ശസ്ത്രക്രിയ നടത്തി. അതിരൂക്ഷമായ തെരുവുനായ ശല്യത്തിന് അറുതി വരുത്താൻ പഞ്ചായത്ത് അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അണ്ടത്തോട് തങ്ങൾപ്പടി ഹിദായത്തുൽ ഇസ്ലാം മദ്രസ പുനർനിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിർവഹിച്ചു. KM ഉസ്താദ് നഗറിൽ നടത്തിയ ചടങ്ങിൽ അഡ്വക്കേറ്റ് ഓണംപള്ളി മുഹമ്മദ് ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി. മദ്രസ പൂർവ്വ വിദ്യാർത്ഥി സംഘം പ്രസിഡന്റ് ജാബിർ റഹ്മാനി കറുപ്പംവീട്ടിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിന് ജനറൽ സെക്രട്ടറി ഷക്കീർ പൂളയ്ക്കൽ സ്വാഗതം പറഞ്ഞു. സമസ്ത കേരള ജംഇയ്യത്തുൽ മുവല്ലിമീൻ ഇല്യാസ് ഫൈസി അമ്പല, സമസ്ത മുഫത്തീസ് അബ്ദുൾ റസാഖ് ഫൈസി, അണ്ടത്തോട് മഹല്ല് ഖത്തീബ് മുഹമ്മദ് അഷ്റഫി, ഹിദായത്തുൽ ഇസ്ലാം മദ്രസ സദർ CB റഷീദ് മൗലവി തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് ആദരിക്കൽ ചടങ്ങും ഉണ്ടായിരുന്നു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി ഞായറാഴ്ച യുവജന സംഗമം, വനിതാ വിരുന്ന് എന്നിവയും നടന്നു. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ ഭരണകൂടവും ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രങ്ങളും സംയുക്തമായി പാവറട്ടി വെൺമേനാട് MASM ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി സൗജന്യ ഏകദിന വ്യക്തിത്വ വികസന കരിയർ ഗൈഡൻസ് ക്യാമ്പ് സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ KK സുധ ടീച്ചർ അധ്യക്ഷത വഹിച്ച ചടങ്ങ് പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് MM റെജീന ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ CCMY പ്രിൻസിപ്പാൾ ഡോക്ടർ KK സുലേഖ പദ്ധതി വിശദീകരിച്ചു. സ്കൂൾ മാനേജർ പ്രതിനിധി ജനാബ് മുഹമ്മദ് മുനീർ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. തൃശൂർ ജില്ലാ കളക്ടറേറ്റിലെ ജൂനിയർ സൂപ്രണ്ട് ജ്യോതി ലക്ഷ്മി, PTA പ്രസിഡന്റ് മുഹമ്മദ് സിംല, വാർഡ് മെമ്പർ ദ്രൗപദി എന്നിവർ സംസാരിച്ചു. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ നടന്ന ക്യാമ്പിൽ 100-ൽ പരം കുട്ടികൾ പങ്കെടുത്തു. പങ്കെടുത്ത മുഴുവൻ പേർക്കും സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളിൽ കരിയർ അവബോധമുണ്ടാക്കുക, സിവിൽ സർവീസ് അടക്കമുള്ള ഉന്നത സർക്കാർ സർവീസുകൾ നടത്തുന്ന മത്സര പരീക്ഷകളിൽ സാമ്പത്തികമായും സാമൂഹികമായും താഴെത്തട്ടിലുള്ള വിദ്യാർത്ഥികളെ കൂടി വിജയം നേടാൻ പ്രാപ്തരാക്കുക,
അതിനാവശ്യമുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുക തുടങ്ങിയവ ഉദ്ദേശിച്ചാണ് വ്യക്തിത്വ വികസനം ലക്ഷ്യമാക്കി ട്യൂണിംഗ് പാസ്വേഡ് 2024-25 എന്ന പേരിൽ ക്യാമ്പ് നടത്തിയത്. പ്രിൻസിപ്പാൾ കെ. ഹുസൈൻ സ്വാഗതവും സ്കൂൾ തല കോർഡിനേറ്റർ ഷെറി ആന്റണി നന്ദിയും പറഞ്ഞു. തൃശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പാലളക്കുന്ന മികച്ച ക്ഷീര കർഷകനുള്ള പുരസ്കാരം വടക്കാഞ്ചേരി മലാക്ക സ്വദേശി KR രാജേഷിന് ലഭിച്ചു. മലാക്ക KR ഫാമിന്റെ ഉടമയാണ് രാജേഷ്. മതിലകത്ത് നടന്ന ജില്ലാ ക്ഷീര സംഗമത്തിൽ സംസ്ഥാന മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ. ചിഞ്ചുറാണി പുരസ്കാരം സമ്മാനിച്ചു. 2010 മുതലാണ് ശാസ്ത്രീയമായ രീതിയിൽ ഫാം ആരംഭിച്ചത്. ഇതിനു മുമ്പ് ബ്ലോക്ക് തലത്തിൽ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. തിരുവങ്കിടം ALP സ്കൂളിൽ ജൂൺ 5-ന് ആരംഭിച്ച പേനപ്പെട്ടി പദ്ധതിക്ക് സമാപനമായി. ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് പേനകൾ വിദ്യാർത്ഥികൾ ഹരിതകർമ്മസേനയ്ക്ക് വാർഡ് കൗൺസിലർ ദേവിക ദിലീപ്, ഹെഡ്മിസ്ട്രസ് ബിനി ഫ്രാൻസിസ് എന്നിവരുടെ സാന്നിധ്യത്തിൽ കൈമാറി. വിദ്യാർത്ഥി പ്രതിനിധികളുടെയും കോർഡിനേറ്റർ വി. അനയുടെയും നേതൃത്വത്തിലാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. കടവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSSന്റെയും ലിറ്റററി ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ ക്ലാസ് റൂം ലൈബ്രറികൾ രൂപീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ ലൈബ്രറികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് VK മോഹനൻ അധ്യക്ഷനായ യോഗത്തിൽ NSS പ്രോഗ്രാം ഓഫീസർ ജയറാം സന്തോഷ് സ്വാഗതവും പ്രിൻസിപ്പാൾ KV വൃന്ദ നന്ദിയും പറഞ്ഞു. SMC ചെയർമാൻ KV അരവിന്ദാക്ഷൻ ക്ലാസ് റൂം ലൈബ്രറികളിലേക്ക് പുസ്തകം സംഭാവന ചെയ്തു. പ്രധാന അധ്യാപിക ഷെർലി M. പെലക്കാട്ട് ആശംസയർപ്പിച്ച് സംസാരിച്ചു. അധ്യാപകരായ AK ഗോപാലകൃഷ്ണൻ, M. സീമന്തിനി തുടങ്ങിയവർ ലൈബ്രറിക്ക് ആവശ്യമായ അലമാരകൾ സംഭാവന ചെയ്തു. കേച്ചേരി ആക്ട്സിന് സഹായവുമായി നന്മ ഖത്തർ കൂട്ടായ്മ. കേച്ചേരിയിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നുമായി ഖത്തറിൽ ജോലി ചെയ്യുന്ന പ്രവാസികളുടെ കൂട്ടായ്മയാണ് നന്മ കേച്ചേരി കൾച്ചറൽ സെന്റർ. 10 വർഷം മുമ്പാണ് നന്മ ഖത്തർ കൂട്ടായ്മ ആക്ട്സ് കേച്ചേരി ബ്രാഞ്ചിന് പുതിയ ആംബുലൻസ് നൽകിയത്. തുടർന്ന് എല്ലാ വർഷവും ആംബുലൻസിന് വരുന്ന അറ്റകുറ്റപ്പണികളുടെ ചെലവ് മുഴുവനും ഈ കൂട്ടായ്മ തന്നെയാണ് ചെയ്തുവരുന്നത്. 2024 ഡിസംബറിൽ നടന്ന ടെസ്റ്റ് വർക്കിനോടനുബന്ധിച്ച് ആക്ട്സ് കേച്ചേരി ബ്രാഞ്ചിന് ചെലവ് വന്ന 77,170 രൂപ നന്മ ഭാരവാഹികൾ ആക്ട്സ് കേച്ചേരി ബ്രാഞ്ചിന് കൈമാറി. RM മുസ്തഫ പ്രസിഡന്റും നൌഫൽ ഉസ്മാൻ ജനറൽ സെക്രട്ടറിയും അജ്മൽ ജബ്ബാർ ട്രഷററുമായ കമ്മിറ്റിക്കു വേണ്ടി നന്മ ഭാരവാഹികളായ അഡ്വക്കേറ്റ് ജാഫർ ഖാൻ, MC അഹമ്മദ്, ഷാഹുൽ പട്ടിക്കര, AV സലീം എന്നിവർ ചേർന്നാണ് ഫണ്ട് കൈമാറിയത്. ആക്ട്സ് ജില്ലാ ജനറൽ കൺവീനർ CR വത്സൻ, ജില്ലാ സെക്രട്ടറി AF ജോണി, ആക്ട്സ് കേച്ചേരി ബ്രാഞ്ച് പ്രസിഡന്റ് VA കൊച്ചുലാസർ, ബ്രാഞ്ച് സെക്രട്ടറി MM മൂസിൻ, ട്രഷറർ MK മുഹമ്മദ് ബഷീർ, കൺവീനർ AJ ജോൺ, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് മെമ്പറും ആക്ട്സ് ഭാരവാഹിയുമായ ND സജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പുന്നയൂർ അവിയൂർ ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. തിങ്കളാഴ്ച മഹോത്സവത്തിന്റെ ഭാഗമായി വിശേഷാൽ പൂജകളുണ്ടായി. അവിയൂർ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് പൂത്താലം എഴുന്നള്ളിപ്പ് നടന്നു. വൈകിട്ട് തെക്ക് വടക്ക് ഭാഗങ്ങളിൽ നിന്നും 11ഓളം ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് ദീപാരാധന, മണത്തല ജനാർദ്ദനന്റെയും സംഘത്തിന്റെയും തായമ്പക എന്നിവയും നടന്നു. രാത്രി 8 മണിക്ക് അവിയൂർ ചക്കനാത്ത് ഗളൂരിക ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും കൊട്ടിലിങ്ങൽ ക്ഷേത്രത്തിൽ നിന്നും നാട്ടുതാലം ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. രാത്രി 8 മണി മുതൽ ക്ഷേത്ര സന്നിധിയിൽ വിവിധ കലാപരിപാടികൾ നടന്നു. ചൊവ്വാഴ്ച പുലർച്ചെ താലം കൂട്ടിയെഴുന്നള്ളിപ്പ് നടത്തി. ഗുരുതി തർപ്പണത്തോടെ തിരുവാതിര മഹോത്സവത്തിന് സമാപനമായി. നാല് ദിവസങ്ങളിലായി വടുതല വട്ടംപാടം ഫരീദ് ഔലിയ നഗറിൽ നടത്തിവന്നിരുന്ന കാഞ്ഞിരമറ്റം ഷൈഖ് ഫാരിദുദ്ദീൻ ഉറൂസ് മുബാറക് സമാപിച്ചു. ചൊവ്വാഴ്ച കാലത്ത് മൗലിദ് മജ്ലിസിന് ശേഷം നടത്തിയ ഭക്ഷണ വിതരണത്തോടെയാണ് ഉറൂസ് മുബാറക്കിന് സമാപനമായത്. മത, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്ത സ്നേഹസംഗമത്തോടുകൂടിയാണ് പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് മദ്രസ വിദ്യാർത്ഥികളുടെ സർഗവിരുന്നുണ്ടായി. തുടർന്നുള്ള 2 ദിവസങ്ങളിൽ മതപ്രഭാഷണവും തിങ്കളാഴ്ച ദുആ സമ്മേളനവും നടത്തി. സയ്യിദ് സൈനുദ്ദീൻ സഖാഫി അൽ ബുക്കാരി കൂരിക്കുഴി തങ്ങൾ ദുആ സമ്മേളനത്തിന് നേതൃത്വം നൽകി. വട്ടംപാടം മസ്ജിദ് മുദരീസ് അബ്ദുൽ ഷുക്കൂർ അസനിയുടെ അധ്യക്ഷതയിൽ കൊച്ചനൂർ ഖത്തീബ് അഷ്റഫ് സാദി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അബ്ദുൽ ഹക്കീം അഹ്സനി അൽ അർഷദി തൊഴിയൂർ മുഖ്യപ്രഭാഷണം നടത്തി. കമാലി സുബൈർ അൻവരി, അഷ്റഫ് സഖാഫി, യഹിയ, ഷംസുദ്ദീൻ ഹാജി, ഹംസ, മുഹമ്മദ് അലി, VM മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. സമാപന ദിവസമായ ചൊവ്വാഴ്ച രാവിലെ മൗലിദ് മജ്ലിസ്, ഖത്തം, ദുആ, കൊടി ഉയർത്തൽ എന്നിവയ്ക്ക് ശേഷം ഭക്ഷണ വിതരണവുമുണ്ടായിരുന്നു. AS ഇസ്മായിൽ സ്വാഗതവും OB ഹക്കീം നന്ദിയും പറഞ്ഞു.
കടവല്ലൂർ വടക്കുമുറി റോഡിന്റെ റീടാറിംഗ് SDPI പ്രവർത്തകരും നാട്ടുകാരും കൂടി തടഞ്ഞു. പഞ്ചായത്തിലെ കടവല്ലൂർ ഇന്ദിരാജി വടക്കുമുറി റോഡിലെ ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി പൈപ്പിടാനെടുത്ത കുഴികളുടെ മുകളിലൂടെ നടത്തിയ റീടാറിംഗാണ് SDPI പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് NK ജമീദ്, കടവല്ലൂർ ബ്രാഞ്ച് സെക്രട്ടറി സുമേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ തടഞ്ഞത്. നിർമ്മാണം നടക്കുന്ന പലയിടങ്ങളിലെയും ടാറിങ്ങിലെ അപാകത ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധം. പല സ്ഥലങ്ങളിലും ആവശ്യമായ രീതിയിൽ മെറ്റൽ നികത്തിയിട്ടില്ലെന്നും മണ്ണുകൾ നികത്തി അതിനു മുകളിൽ ടാർ ഒഴിച്ച നിലയിലാണ് കാണപ്പെട്ടതെന്നും SDPI ആരോപിച്ചു. ചേലക്കുളത്തിന് സമീപം കുഴികൾക്ക് മുകളിൽ കിടന്നിരുന്ന ഓലയിലേക്ക് ടാറിംഗ് ഒഴിച്ച നിലയിൽ കണ്ടെത്തിയതായും ഇവർ ചൂണ്ടിക്കാട്ടി. പ്രതിഷേധം രൂക്ഷമായതിനെ തുടർന്ന് നിർമ്മാണ പ്രവൃത്തികൾക്കെത്തിയ വാഹനവും ജീവനക്കാരും തിരിച്ചുപോയി. പുതുപുത്തനായി പുത്തൻകുളം. നവീകരിച്ച ചെമ്മണ്ണൂർ പ്രദേശത്തെ പുത്തൻകുളം ബുധനാഴ്ച നാടിന് സമർപ്പിക്കും. 2021-22 സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 1 കോടി രൂപ വിനിയോഗിച്ചാണ് കുന്നംകുളം നഗരസഭയിലെ 27-ാം വാർഡ് ചെമ്മണ്ണൂർ പുത്തൻകുളത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. AC മൊയ്തീൻ MLAയുടെ ശ്രമഫലമായാണ് തുക ലഭ്യമായത്. ചെറുകിട ജലസേചന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് നിർമ്മാണം. 1969-ൽ ആർത്താറ്റ് പഞ്ചായത്ത് നിർമ്മിച്ചതാണ് കുളം. പഞ്ചായത്ത് ചെറിയ തോതിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നുവെങ്കിലും കാലപ്പഴക്കത്താൽ അരികിടിഞ്ഞ് കുളം ഉപയോഗശൂന്യമായി. സമീപ പ്രദേശങ്ങളിലെ വലിയൊരു ജലസ്രോതസ്സാണ് പുത്തൻകുളം. 47 മീറ്റർ നീളവും 21 മീറ്റർ വീതിയും ഈ ജലസംഭരണിക്കുണ്ട്. 17 ഹെക്ടറോളം വരുന്ന നെൽകൃഷിയും 5 ഹെക്ടറോളം സ്ഥലത്ത് വേനൽക്കാല പച്ചക്കറി കൃഷി ചെയ്യുന്നവരും വെള്ളത്തിനായി ആശ്രയിച്ചിരുന്നതും ഈ കുളത്തെയാണ്. പ്രദേശത്തെ കുട്ടികൾ നീന്തൽ പരിശീലനം നടത്തിയിരുന്നതും പുത്തൻകുളത്തിലാണ്. കുളം ഉപയോഗശൂന്യമായതോടെ കുട്ടികൾ ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾ പുത്തൻകുളം നവീകരണത്തിന് ആവശ്യം ഉന്നയിച്ചിരുന്നു. പുതുപുത്തനായി പുത്തൻകുളം മാറിയതോടെ വിനോദത്തിനും കാർഷിക ആവശ്യത്തിനുമായി വീണ്ടും കുളം സജീവമാവുകയാണ്. കുളത്തിന്റെ ആഴം കൂട്ടി 4 ഭാഗവും കരിങ്കല്ലിൽ കെട്ടി അരിക് സുരക്ഷിതമാക്കി. കുളത്തിലേക്കിറങ്ങാൻ സുരക്ഷിതമായ പടികളും നിർമ്മിച്ചിട്ടുണ്ട്. കുളത്തിന്റെ ഉയരം കൂടുതലുള്ള കിഴക്കുഭാഗത്തെ മണ്ണ് സംരക്ഷിക്കുന്നതിനായി സംരക്ഷണ ഭിത്തിയും ചുറ്റുമുള്ള നടപ്പാത ടൈൽ വിരിച്ച് മനോഹരവുമാക്കിയിട്ടുണ്ട്. നവീകരിച്ച പുത്തൻകുളം ജനുവരി 15-ന് തുറന്നു നൽകും. ബ്ലാങ്ങാട് നന്മ കലാകായിക സാംസ്കാരിക സമിതിയുടെ 15-ാം വാർഷികത്തോടനുബന്ധിച്ച് വൃക്കരോഗികൾക്ക് ഡയാലിസിസിനായുള്ള ആദ്യഘട്ട കൂപ്പണുകൾ വിതരണം ചെയ്തു. കടപ്പുറം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മൻസൂർ അലി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. 5ഓളം രോഗികൾക്ക് മാസം 1 തവണ എന്ന നിലയിലുള്ള ഡയാലിസിസ് കൂപ്പണാണ് ആദ്യഘട്ടത്തിൽ നൽകുന്നത്. നന്മ പ്രസിഡന്റ് PV അക്ബർ അധ്യക്ഷനായ ചടങ്ങിൽ വാദ ട്രാവൽസ് മാനേജിംഗ് ഡയറക്ടർ VP മുഹമ്മദ് സാലി മുഖ്യാതിഥിയായി. KV ആരിഫ്, KV ജഹാംഗീർ, മുഹമ്മദ് ഇക്ബാൽ, മജീദ് പേനത്ത്, സലിം VS റാഫി, RK ഹലീൽ എന്നിവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി മുഹമ്മദ് നാസിഫ് സ്വാഗതവും ട്രഷറർ VS മുഹമ്മദ് മുസ്തഫ നന്ദിയും പറഞ്ഞു. CPIM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കണ്ടാണശ്ശേരി യുവജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. മറ്റം ഗ്രൗണ്ടിൽ രാവിലെ മുതൽ ആരംഭിച്ച ടൂർണമെന്റ് CPIM ജില്ലാ കമ്മിറ്റി അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. DYFI മേഖലാ പ്രസിഡന്റ് VA അരുൺ അധ്യക്ഷനായി. CPIM ഏരിയ കമ്മിറ്റി അംഗം PA മുസ്തഫ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ്, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, DYFI കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ വിനു ജോൺസൺ, UM ഗോപകുമാർ, കണ്ടാണശ്ശേരി മേഖലാ സെക്രട്ടറി TK സുവീഷ്, ട്രഷറർ റെനീഷ് രാഗേഷ് എന്നിവർ സംസാരിച്ചു. കണ്ടാണശ്ശേരി മേഖലയിലെ DYFI യൂണിറ്റുകൾ മാറ്റുരച്ച ടൂർണമെന്റിൽ കലാശപ്പോരാട്ടത്തിൽ കണ്ടാണശ്ശേരി സൗത്ത് യൂണിറ്റിനെ 1-നെതിരെ 2 ഗോളുകൾക്ക് തോൽപ്പിച്ച് ചൊവ്വല്ലൂർ യൂണിറ്റ് വിജയികളായി. CPIM കണ്ടാണശ്ശേരി ലോക്കൽ സെക്രട്ടറി MV സന്തോഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, ലോക്കൽ കമ്മിറ്റി അംഗം MP സജീബ് എന്നിവർ ചേർന്ന് സമ്മാനദാനം നിർവഹിച്ചു. തയ്യൂർ ശ്രീ ലോകരത്തിക്കാവ് ക്ഷേത്രത്തിലെ വാദ്യകലാകേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചാരി മേളം അരങ്ങേറ്റം നടന്നു. പൈങ്കുളം രതീഷിന്റെ കീഴിൽ മേളം അഭ്യസിച്ച 14 കുട്ടികളാണ് ദേവീ സന്നിധിയിൽ അരങ്ങേറ്റം നടത്തിയത്. ക്ഷേത്രമേൽശാന്തി പ്രകാശ് തിരുമേനി ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ലോകരത്തിക്കാവ് കലാകേന്ദ്രം സെക്രട്ടറി TS സുമൻ അധ്യക്ഷനായി. സിനിമാ പിന്നണി ഗായകൻ സന്നിധാനന്ദൻ മുഖ്യാതിഥിയായി. മേളപ്രമാണി പൈങ്കുളം പത്മനാഭൻ നായർ, ക്ഷേത്രകോമരം വിശ്വനാഥൻ, KL ഉണ്ണികൃഷ്ണൻ, VR രാമകൃഷ്ണൻ തുടങ്ങിയവർ സന്നിഹിതരായി.
മന്നലാംകുന്ന് ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിൽ ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റ് അംഗങ്ങളുടെ ക്യാപ്പിംഗ് സെറമണി നടത്തി. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് V സമീർ അധ്യക്ഷനായ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ മുഖ്യാതിഥിയായി. വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ, മെമ്പർമാരായ അസീസ് മന്നലാംകുന്ന്, ഷൈബ ദിനേശൻ, പുന്നിയൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PK ഹസൻ, MPTA പ്രസിഡന്റ് സുൽഫിയത്ത്, വൈസ് പ്രസിഡന്റ് VH റാബിയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. JRC കൗൺസിലർ മുബീന ടീച്ചറുടെ നേതൃത്വത്തിൽ ജൂനിയേഴ്സ് JRC പ്രതിജ്ഞയുമെടുത്തു. പ്രധാന അധ്യാപിക സുനിത മേപ്പുറത്ത് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഡോക്ടർ അനീഷ് നന്ദിയും പറഞ്ഞു. എരുമപ്പെട്ടി മർച്ചന്റ്സ് അസോസിയേഷന്റെയും വനിതാ വിങ്ങിന്റെയും നേതൃത്വത്തിൽ സൗജന്യ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ ടോണി ആളൂർ ഉദ്ഘാടനം ചെയ്തു. വനിതാ വിംഗ് പ്രസിഡന്റ് നീതു വസന്ത അധ്യക്ഷത വഹിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് MV ബാബു മാസ്റ്റർ, വനിതാ വിംഗ് കുന്നംകുളം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ആനി ജോസ്, എരുമപ്പെട്ടി ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ്, വനിതാ വിംഗ് വൈസ് പ്രസിഡന്റ് നസീമ ഷംസുദ്ദീൻ, വാർഡ് മെമ്പർ MC ഐജു, മർച്ചന്റ്സ് അസോസിയേഷൻ സെക്രട്ടറി ഫസലുർ റഹീം, ട്രഷറർ സുമേഷ് കാഞ്ഞിരക്കോട്, യൂത്ത് വിംഗ് പ്രസിഡന്റ് റോബർട്ട് എടപ്പള്ളി എന്നിവർ സംസാരിച്ചു. കടപ്പുറം പഞ്ചായത്ത് 4-ാം വാർഡ് പുന്തിരുത്തിയിൽ 2024-25 ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തിയായ റോയൽ റോഡ് നാടിന് സമർപ്പിച്ചു. 4-ാം വാർഡ് മെമ്പർ മുഹമ്മദ് നാസിഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കാഞ്ചന മൂക്കൻ മുഖ്യാതിഥിയായി. 6 അടി വീതിയിൽ 135 മീറ്റർ നീളത്തിലുള്ള റോഡ് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ നിലൂഫറിന്റെ മേൽനോട്ടത്തിൽ MM സുനിൽകുമാറാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. പഞ്ചായത്ത് അംഗം സുനിത പ്രസാദ്, സിറാജുദ്ദീൻ, ഹിലാൽ, PA കരീം ഹാജി, MV ജലീൽ, റാഫി VS തുടങ്ങിയവർ സംസാരിച്ചു. സ്വാഗത സംഘം ചെയർമാൻ നൌഷാദ് സ്വാഗതവും കൺവീനർ ജഹാംഗീർ KV നന്ദിയും പറഞ്ഞു. മകരച്ചൊവ്വ ദിനത്തിൽ ദേവീപ്രീതിക്കായി പ്രദേശത്തെ ഭഗവതി ക്ഷേത്രങ്ങളിൽ പൊങ്കാല സമർപ്പണം നടന്നു. പ്രത്യേക പൂജകളോടെയാണ് മകരച്ചൊവ്വ ആഘോഷിക്കുന്നത്. കുന്നംകുളം ചീരംകുളം ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ വിശേഷാൽ പൂജകളുണ്ടായി. 10 മണിയോടെ മേൽശാന്തി ഹരികൃഷ്ണൻ നമ്പൂതിരി ക്ഷേത്രാങ്കണത്തിലെ ഭണ്ഡാരയടുപ്പിൽ അഗ്നി പകർന്നതോടെ കലംകരിക്കൽ ചടങ്ങുകൾ ആരംഭിച്ചു. നിരവധി ഭക്തജനങ്ങൾ കലംകരിക്കൽ ചടങ്ങിൽ സംബന്ധിച്ചു. 12:30 പൊങ്കാല സമർപ്പണവും കോമരം പുറത്തേക്ക് എഴുന്നള്ളിപ്പ് വന്ന് കൽപ്പനയറിയിച്ച് ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം നൽകി. ശേഷം പറയെടുപ്പ്, പുഷ്പാഭിഷേകം എന്നിവ നടന്നു. പരമ്പരാഗത വേലവരവും ഉണ്ടായി. ക്രമീകരണങ്ങൾക്ക് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് അശോക് കുമാർ, സെക്രട്ടറിമാരായ KS ചന്ദ്രൻ, PV സുരേഷ്, ട്രഷറർ അപ്പു, സഞ്ജയ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. കോട്ടപ്പടി ചേമ്പാലക്കുളം ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല സമർപ്പണത്തിൽ 180ഓളം സ്ത്രീകളാണ് പൊങ്കാല അർപ്പിച്ചത്. മേൽശാന്തി പോന്നേരി ശ്രീധരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ PK മോഹനൻ, P ഗോപാലകൃഷ്ണൻ, MV അശോക് കുമാർ, കാർത്തികേയൻ പുത്തൻപുരയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി. പുലർച്ചെ ക്ഷേത്രനട തുറന്ന് വിശേഷാൽ പൂജകൾക്കു ശേഷം ഭക്തജനങ്ങൾ ഇലഞ്ഞി മരച്ചുവട്ടിൽ വലയം ചെയ്ത് തവിട് തൂളിക്കൽ വഴിപാട് നടത്തി. രാവിലെ മുതൽ തന്നെ 3 ജില്ലകളിൽ നിന്നായി ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ തവിട് തൂളിക്കലിനായി ക്ഷേത്രസന്നിധിയിലെത്തി. ക്ഷേത്ര ഊരാളൻ കുഞ്ഞുമണി നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രത്തിലെത്തിയ ഭക്തജനങ്ങൾ ചൂലും നെല്ലും ദേവിക്ക് സമർപ്പിച്ചു. ഫെബ്രുവരി 28-നാണ് പ്രസിദ്ധമായ മുലയമ്പറമ്പത്ത് പൂരാഘോഷം നടക്കുക. കുണ്ടന്നൂർ തുരുത്ത് ശ്രീ എരിഞ്ഞിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ ആഘോഷം നടത്തി. ക്ഷേത്ര മേൽശാന്തി നാരായണൻ സ്വാമി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും തുടർന്ന് ക്ഷേത്ര മൈതാനത്തൊരുക്കിയ പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകർന്നു. ഭക്തർ പൊങ്കാല അർപ്പണം നടത്തി. ക്ഷേത്ര മേൽശാന്തി നിവേദ്യ സമർപ്പണം നടത്തി. പാലപ്പെട്ടി ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ആഘോഷ ചടങ്ങിൽ പ്രത്യേക പൂജകൾ ഉണ്ടായിരുന്നു. പൂജകൾക്ക് ക്ഷേത്ര മേൽശാന്തി വിനോദ് നാരായണൻ എമ്പ്രാന്തിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് രാവിലെ 8 മണിക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി പൊങ്കാലയിടലും സമർപ്പണവും ഉണ്ടായി. തുടർന്ന് പ്രസാദവൂട്ടുമുണ്ടായിരുന്നു. കമ്മിറ്റി ഭാരവാഹികളായ രാജൻ പാലപ്പെട്ടി, മനോഹരൻ കിഴക്കൂട്ട്, സുന്ദരൻ കല്ലാട്ട്, ശക്തിധരൻ, സത്യൻ, ദാസൻ, ശങ്കരനാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പഴഞ്ഞി അരുവായ് ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ ആഘോഷിച്ചു. ചൊവ്വാഴ്ച രാവിലെ ക്ഷേത്ര മേൽശാന്തി വേണാട് ശിവപ്രസാദ് നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടന്ന വിശേഷാൽ പൂജകൾക്ക് ശേഷം പണ്ടാരടുപ്പിൽ തീ പകർന്നതോടെയാണ് ഭക്തർ പൊങ്കാല നിവേദ്യം തയ്യാറാക്കിയത്. ഭക്തർ തയ്യാറാക്കിയ പൊങ്കാല മേൽശാന്തി തീർത്ഥം തെളിച്ച് ശുദ്ധിവരുത്തി ക്ഷേത്രകോമരം അരിയും പൂവുമിട്ട് സ്വീകരിച്ചു. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം പൂരത്തിന് മുന്നോടിയായുള്ള ദേശപ്പറയ്ക്ക് കൂറയിട്ടു. ഫെബ്രുവരി 23, 24 തീയതികളിലാണ് അരുവായ് പൂരവും വേലയും ആഘോഷിക്കുന്നത്. മകരച്ചൊവ്വ ആഘോഷങ്ങൾക്ക് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളും അടിയന്തരക്കാരും നേതൃത്വം നൽകി.
അയ്യന്നൂർ അയ്യമലക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ മകരച്ചൊവ്വ മഹോത്സവം തന്ത്രി അഴകത്ത് പ്രകാശൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ആഘോഷിച്ചു. രാവിലെ 8 മണിക്ക് ക്ഷേത്രത്തിലെ പൊങ്കാലയടുപ്പിൽ കോതര ഹരിതിരുമേനി തീ പകർന്നു നൽകി. തുടർന്ന് ദേശത്തെ വീടുകളിലെ അമ്മമാർ ദേവിക്ക് പൊങ്കാലയിട്ടു. തട്ടകത്തിലെ വീടുകളിൽ നിന്ന് ദേശപ്പറയെടുപ്പ് തുടങ്ങി വൈകിട്ട് അയ്യമലക്കാവ് സർപ്പക്കാവിൽ നിന്നും താളത്തോടുകൂടി പാൽക്കുടം എഴുന്നള്ളിപ്പുമുണ്ടാകും. ക്ഷേത്രം പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ KR, ജയപ്രകാശ് KR, കോമരം ചന്ദ്രൻ കണ്ടിരത്തി, മോഹനൻ, പ്രകാശൻ, വിനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കടങ്ങോട് ശ്രീ കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല നടത്തി. രാവിലെ നിവേദ്യത്തിനു ശേഷം മേൽശാന്തി തിടപ്പള്ളിയിൽ നിന്നും അഗ്നിയുമായി വന്ന് ആദ്യത്തെ അടുപ്പ് കത്തിച്ചതോടെ പൊങ്കാല ആരംഭിച്ചു. അതിനുശേഷം മറ്റടുപ്പുകളിലേക്കും തീ പകർന്നു. തുടർന്ന് ക്ഷേത്ര കോമരം ഭക്തർക്ക് കൽപ്പന നൽകി. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് PT സുരേന്ദ്രൻ, സെക്രട്ടറി സുരേഷ് മണാളത്ത്, ട്രഷറർ PB പ്രസാദ്, V ഭാസ്കരൻ, അഖിലേഷ്, ഉമേഷ് കൊടമന, KS ഗോപി, CK പരമൻ, ധനഞ്ജയൻ എന്നിവർ നേതൃത്വം നൽകി. വേലൂർ മേഞ്ചേരിക്കാവ് ഭദ്രകാളി ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ ആഘോഷിച്ചു. 12, 13, 14, 15 തീയതികളിലാണ് മകരച്ചൊവ്വ മഹോത്സവം ആഘോഷിക്കുന്നത്. രാവിലത്തെ വിശേഷാൽ പൂജകൾക്ക് ശേഷം കലങ്കരിക്കലുണ്ടായി. നിരവധി പേരാണ് കലങ്കരിക്കാൻ പങ്കാളികളായത്. ശേഷം പറ പുറപ്പെട്ടു. തുടർന്ന് ഹനുമാൻ, രക്ഷസ്, നാഗേക്ഷി, മുത്തപ്പൻ എന്നീ ഉപദേവന്മാർക്ക് വിശേഷാൽ പൂജകളും കളമെഴുത്തുപാട്ടും എഴുന്നള്ളിപ്പും നടന്നു. വൈകിട്ട് ദീപാരാധന, ചുറ്റുവിളക്ക്, ക്ഷേത്രത്തിൽ പറവെപ്പ്, വെള്ളിത്തിരുത്തി ദിനേശൻ ടീം അവതരിപ്പിക്കുന്ന തായമ്പകയും ഉണ്ടാകും. വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആഘോഷങ്ങൾ കാവുകയറും. രാത്രി 8:15 വാദ്യത്തിന്റെ അകമ്പടിയോടെ മമ്പറമ്പിൽ തറവാട്ട് ക്ഷേത്രത്തിൽ നിന്നും 16 താലം ക്ഷേത്രത്തിലെത്തും. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് മേളത്തോടുകൂടിയുള്ള പൊങ്ങിലിടി ആരംഭിക്കും. വടക്കുംവാതിക്കൽ ദണ്ട് വെട്ടൽ കർമ്മവും കുരുതി തർപ്പണവും ഉണ്ടായിരിക്കും. ക്ഷേത്രം ചടങ്ങുകൾക്ക് മേൽശാന്തി വിക്രമൻ ഇളയത് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ആഘോഷങ്ങൾക്ക് ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് സുബിൻ ദാസ്, സെക്രട്ടറി VK ശ്രീനിവാസൻ, ട്രഷറർ PK മണി, രക്ഷാധികാരി KR പുഷ്പാകരൻ, ക്ഷേത്ര മേൽശാന്തി വിക്രമൻ ഇളയത്, ക്ഷേത്രം കോമരം ശശി മമ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകും. ചമ്മന്നൂർ മാഞ്ചിറക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ ഉത്സവത്തിന്റെ ഭാഗമായി പൊങ്കാലയും ഭദ്രകാളി പൂജയും നടന്നു. ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് ക്ഷേത്രം ശാന്തി കരുമത്ര നാരായണൻകുട്ടി പൊങ്കാലയ്ക്ക് ആദ്യ ദീപം പകർന്നു. തുടർന്ന് പൊങ്കാല സമർപ്പണവും ഉണ്ടായി. 200-ലധികം പേർ പൊങ്കാലയിടൽ കർമ്മത്തിൽ പങ്കെടുത്തു. ക്ഷേത്രത്തിൽ രാവിലെയും ഉച്ചയ്ക്കും അന്നദാനമുണ്ടായി. 6:30 ദീപക്കാഴ്ച, 7 മണിക്ക് ഭദ്രകാളി പൂജയും ഉണ്ടായി. പൊങ്കാലയിടുന്നതിനാവശ്യമായ പൊങ്കാല കിറ്റ് ആവശ്യക്കാർക്ക് ക്ഷേത്രത്തിൽ നിന്നും നൽകിയിരുന്നു. പ്രസിഡന്റ് ശിവദാസൻ പരുത്തിവളപ്പിൽ, സെക്രട്ടറി സുരേഷ് ബാബു പാലക്കൽ, വൈസ് പ്രസിഡന്റ് പുഷ്പാകരൻ പാറക്കാട്ട്, എക്സിക്യൂട്ടീവ് മെമ്പർ സുനിൽകുമാർ പാറക്കാട്ട്, വിജയൻ പരുത്തിവളപ്പിൽ തുടങ്ങി ക്ഷേത്രം ഭാരവാഹികൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ക്ഷേത്രം തന്ത്രി മുല്ലപ്പള്ളി ശശീധരൻ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ജനുവരി 30 വ്യാഴാഴ്ച ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. അഞ്ഞൂർ പാർക്കാടി ഭഗവതി ക്ഷേത്രത്തിൽ കലംകരിക്കൽ ചടങ്ങ് നടത്തി. ക്ഷേത്രമൂരാളൻ തോട്ടപ്പായ മനക്കൽ ശങ്കരൻ നമ്പൂതിരി, സജീഷ് നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. 50-ലധികം പേർ കലംകരിക്കൽ ചടങ്ങിൽ പങ്കെടുത്തു. പെരുമ്പിലാവ് പൊതിയഞ്ചേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ ആഘോഷിച്ചു. നിരവധി ഭക്തർ പൊങ്കാല സമർപ്പിച്ചു. രാവിലെ ക്ഷേത്രത്തിൽ നടന്ന വിശേഷാൽ പൂജകൾക്ക് ശേഷം ക്ഷേത്രം ശാന്തി ഉണ്ണികൃഷ്ണൻ എമ്പ്രാന്തിരി പ്രധാന അടുപ്പിൽ തീ പകർന്നു. തുടർന്ന് ഭക്തർ ക്ഷേത്രമുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയ അടുപ്പുകളിൽ പുതിയ മൺകലത്തിൽ ദേവിക്ക് സമർപ്പിക്കാനുള്ള നിവേദ്യം തയ്യാറാക്കി. തുടർന്ന് ക്ഷേത്രകോമരം അരിയും പൂവുമിട്ട് പൊങ്കാല സ്വീകരിച്ചു. മകരച്ചൊവ്വ മുതൽ ദേശപ്പറയെടുപ്പും പൂരത്തിന് കൂറയിടലും കൊടിയേറ്റവും നടക്കും. ഫെബ്രുവരി 11-നാണ് പൊതിയഞ്ചേരിക്കാവ് പൂരം. മകരച്ചൊവ്വ ആഘോഷങ്ങൾക്ക് ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് ES ബാബു, സെക്രട്ടറി TV വിനോദ്, ട്രഷറർ NS വിശ്വനാഥൻ, ക്ഷേത്രമൂരാളൻ ധർമ്മരാജൻ കോട്ടപ്പുറത്ത്, ക്ഷേത്രകോമരം വിനോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പാഴിയോട്ടുമുറി പാറക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം ആഘോഷിച്ചു. രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം പൂജാരി TR ബിനീഷ് പൊങ്കാല അടുപ്പിലേക്ക് തീ പകർന്നു. നിരവധി ഭക്തർ പൊങ്കാല മഹോത്സവത്തിൽ പങ്കെടുത്തു. കോമരം രതീഷ് നീണ്ടൂർ കൽപ്പന നൽകി. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ K ബാലകൃഷ്ണൻ, പ്രസാദ് പന്തളം, രദീപ് മോഹനൻ, ബിനു മേലെടുത്ത് എന്നിവർ നേതൃത്വം നൽകി. കേച്ചേരി നീലങ്കാവിൽ ഭഗവതി ക്ഷേത്രത്തിൽ രാവിലെ നടന്ന വിശേഷാൽ പൂജകൾക്കു ശേഷം ക്ഷേത്രം ശാന്തി ജയകൃഷ്ണൻ ഇളയത് പ്രധാന അടുപ്പിൽ തീ പകർന്നു. തുടർന്ന് ഭക്തർ ക്ഷേത്രമുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയ അടുപ്പുകളിൽ പുതിയ മൺകലത്തിൽ ദേവിക്ക് സമർപ്പിക്കാനുള്ള നിവേദ്യം തയ്യാറാക്കി. തുടർന്ന് ക്ഷേത്രകോമരം അരിയും പൂവുമിട്ട് പൊങ്കാല സ്വീകരിച്ചു. മകരച്ചൊവ്വ ആഘോഷങ്ങൾക്ക് ക്ഷേത്രം മൂരാളനും ഭരണസമിതി പ്രസിഡന്റുമായ കപ്രശ്ശേരി കുറുപ്പത്ത് ഡോക്ടർ സുരേന്ദ്രനാഥ കൈമൾ, സെക്രട്ടറി MP രാധാകൃഷ്ണൻ, ട്രഷറർ അജിത് കൈമൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. വടക്കേക്കോട്ടൂൽ ശ്രീ അസുരമഹാകാളൻ ക്ഷേത്രത്തിൽ രാവിലെ ക്ഷേത്രം മേൽശാന്തി BTV ശ്രീകുമാർ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. ശേഷം ഭക്തജനങ്ങൾ ഭഗവതിക്ക് പൊങ്കാല സമർപ്പണം നടത്തി. മേൽശാന്തി പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകർന്നു നൽകി. ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭരണസമിതി ഭാരവാഹികളും അംഗങ്ങളും ഭജന കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകി.
ഗുരുവായൂർ പേരകം തേക്കിൻകാട് ഭഗവതി ക്ഷേത്രത്തിൽ രാവിലെ നിർമ്മാല്യ ദർശനത്തിനു ശേഷം എണ്ണയാടൽ, വാഗചാർത്ത്, മലർനിവേദ്യം, കേളി എന്നിവ നടന്നു. ഉച്ചയ്ക്ക് ചൊവ്വലൂർ മോഹനന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യത്തോടെ എഴുന്നള്ളിപ്പ് നടന്നു. പേരകം മഹാദേവ ക്ഷേത്രത്തിൽ നിന്നുള്ള എഴുന്നള്ളിപ്പിനു ശേഷം വൈകിട്ട് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പൂരം വരവും ഉണ്ടായിരുന്നു. ദീപാരാധനയ്ക്കു ശേഷം നടക്കൽപ്പറ സമർപ്പണം നടന്നു. പ്രസിഡന്റ് ബേബി കരിപ്പോട്ട്, സെക്രട്ടറി ശശി ആനക്കോട്ടിൽ, ഖജാൻജി സുകുമാരൻ എരിഞ്ഞിയിൽ, സോമനാഥൻ കടങ്കര, ഇ വി ശശി, എം കെ രാജൻ, എ വേലായുധകുമാർ, കെ വി ദാസൻ, സി എസ് ഗിരീഷ്, ചന്ദ്രൻ വടശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം യുണൈറ്റഡ് പെന്തക്കോസ്ത് ഫെലോഷിപ്പിന്റെ 14ാമത് മെഗാ ബൈബിൾ ക്വിസ് ഫലം പ്രഖ്യാപിച്ചു. ശനിയാഴ്ച നടന്ന മെഗാ ബൈബിൾ ക്വിസിൽ ഇന്ത്യക്ക് പുറമെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരും ഓൺലൈനായി പങ്കെടുത്തു. നീതു മേഴ്സി ജെയിംസ് കോട്ടയം 1ാം സ്ഥാനം നേടി. സന്ധ്യ ബിനു തൃശൂർ 2ാം സ്ഥാനവും അനു ബാബു പത്തനംതിട്ട 3ാം സ്ഥാനവും നേടി. വിജയികൾക്ക് യഥാക്രമം 25,000, 20,000, 10,000 രൂപ വീതം ട്രോഫിയും സർട്ടിഫിക്കറ്റും നൽകും. വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ജനുവരി 26 നടക്കുന്ന UPF 43ാമത് വാർഷിക കൺവെൻഷനിൽ സമ്മാനിക്കും. ക്വിസ് ഓൺലൈൻ സംവിധാനം ബ്രദർ CB വിപിൻ നിയന്ത്രിച്ചു. ചീഫ് എക്സാമിനർ പാസ്റ്റർ പ്രതീഷ് ജോസഫ്, രജിസ്ട്രാർ പാസ്റ്റർ ഷിൻഡോസ് KM, ജനറൽ പ്രസിഡന്റ് പാസ്റ്റർ ലിബിനി ചുമാർ, ജനറൽ സെക്രട്ടറി ബ്രദർ ഷിജു പനക്കൽ, ബോർഡ് അംഗം പാസ്റ്റർ CU ജെയിംസ് എന്നിവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി വായനക്കൂട്ടം പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ സെമിനാറും സംഗീത സന്ധ്യയും നടന്നു. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഔപചാരിക വിദ്യാഭ്യാസത്തിൽ വായനശാലകളുടെ പങ്ക് എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ പുരോഗമന കലാസാഹിത്യ സംഘം പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ CP ചിത്രഭാനു ഉദ്ഘാടനം ചെയ്തു. വായനക്കൂട്ടം രക്ഷാധികാരി ഡോക്ടർ EN ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. ലൈബ്രറി കൗൺസിൽ പട്ടാമ്പി താലൂക്ക് സെക്രട്ടറി TP സത്യനാഥൻ, വായനക്കൂട്ടം രക്ഷാധികാരി K ശശീന്ദ്രൻ, ചെയർമാൻ KK പ്രഭാകരൻ, കൺവീനർ EK മണികണ്ഠൻ, ട്രഷറർ CK സന്ദീപ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വായനശാലാംഗം പ്രശസ്ത തബലിസ്റ്റ് സുരേന്ദ്രൻ ചാലിശ്ശേരിയുടെ നേതൃത്വത്തിൽ ഗസൽ ഗായകൻ പാർത്തൻ തൃശൂർ, ഗായിക ആര്യ സുഭാഷ് എന്നിവർ നയിച്ച സംഗീത സന്ധ്യയുമുണ്ടായി. പഴയകാല സിനിമാ ഗാനങ്ങളെ കോർത്തിണക്കിയ ഗാനസന്ധ്യയിൽ ഉസ്താദ് അഹമ്മദ് ഇബ്രാഹിം, മുസ്തഫ പാടൂർ, ബാബു കുമരനെല്ലൂർ, ഷാജു കുന്നുംകുളം, കൈരളി ബാബു എന്നീ കലാകാരന്മാർ പിന്നണിയിൽ പ്രവർത്തിച്ചു. ടോപ്പ് സിംഗർ ഫൈനലിസ്റ്റ് കൃഷ്ണയുടെ ഗസലും പഴയ സിനിമാ ഗാനവും സദസ്സിന്റെ കയ്യടി നേടി. ചാലിശ്ശേരി പഞ്ചായത്തിന് കീഴിലുള്ള വായനശാല പ്രവർത്തകരുടെ കൂട്ടായ്മയായ വായനക്കൂട്ടമാണ് സെമിനാറും ഗസൽ സന്ധ്യയും സംഘടിപ്പിച്ചത്. പരിപാടികൾക്ക് ചെയർമാൻ KK പ്രഭാകരൻ, കൺവീനർ EK മണികണ്ഠൻ, ട്രഷറർ CK സന്ദീപ് എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം കാണിപ്പയ്യൂർ ഉഭയൂർ ശിവക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവത്തോടനുബന്ധിച്ച് നൃത്യങ്ങൾ നടന്നു. സിനിമ സീരിയൽ അഭിനേതാവ് ചന്ദ്രശേഖരൻ പുതുശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണ മേനോൻ അധ്യക്ഷനായി. സെക്രട്ടറി MK നിമിലാകരൻ, ട്രഷറർ KK ശിവദാസൻ എന്നിവർ സംസാരിച്ചു. ക്ഷേത്രാങ്കണത്തിൽ തിരുവാതിര കളികൾ, ഭരതനാട്യം, മറ്റു കലാപരിപാടികൾ എന്നിവ അരങ്ങേറി. ചീരംകുളം പൂരാഘോഷത്തിൽ പങ്കെടുക്കുന്ന സംഘദേശം കമ്മിറ്റി പണികഴിപ്പിച്ച പുതിയ സ്വർണ്ണക്കോലവും സ്വർണ്ണ മുത്തുകുടയും പൂജിച്ചു. ഈ വർഷത്തെ ചീരംകുളം ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിൽ സംഘദേശം പൂരാഘോഷ കമ്മിറ്റി ഗജവീരന് അണിയുവാനായി പണികഴിപ്പിച്ച പുതിയ സ്വർണ്ണക്കോലവും സ്വർണ്ണ മുത്തുകുടയുമാണ് ചീരംകുളം ഭഗവതി ക്ഷേത്രത്തിൽ പൂജിച്ചത്. മേൽശാന്തി ഹരികൃഷ്ണൻ നമ്പൂതിരി പൂജയ്ക്ക് നേതൃത്വം നൽകി. സംഘദേശം പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ, ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ, മറ്റു പ്രാദേശിക പൂരാഘോഷ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പാരമ്പര്യ ചമയ പണിക്കാരനായ സന്തോഷ് ഒളരിയാണ് കോലവും മുത്തുകുടയും നിർമ്മിച്ചത്. 6 അടി നീളത്തിൽ പണിയുന്ന കോലത്തിൽ ഭദ്രകാളി ഗോളകയും പാരമ്പര്യ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ പൂക്കളും നിർമ്മിച്ചിട്ടുണ്ട്. ക്ഷേത്രാചാര വിധിപ്രകാരമാണ് അലങ്കാരങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. സ്വർണ്ണ നാഗപടവും മുത്തുമണികളും ചേർത്തുകൊണ്ട് അറബി നാട്ടിൽ നിന്നും കൊണ്ടുവന്ന തിളങ്ങുന്ന വർണ്ണപ്പച്ച ശീലയിൽ ഒരുക്കുന്ന മുത്തുകുടയും ചൂടിയാണ് സംഘദേശം പൂരം ഭഗവതിക്ക് മുന്നിലേക്കെത്തുക. ജനുവരി 18-ാം തീയതി പറ മഹോത്സവത്തിന് സംഘദേശം പൂരപ്പന്തലിൽ സ്വർണ്ണക്കോലവും സ്വർണ്ണ മുത്തുകുടയും പ്രദർശിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അകലാട് ഖലീഫ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വർഷം തോറും പാലിയേറ്റീവ് ദിനത്തിൽ നൽകാറുള്ള പുന്നയൂർ പഞ്ചായത്തിലെ കിടപ്പിലായി തെരഞ്ഞെടുത്ത രോഗികൾക്കുള്ള പുതപ്പും ധനസഹായവും വിതരണം ചെയ്തു. ഖലീഫ ട്രസ്റ്റിൽ നടത്തിയ ചടങ്ങ് ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പാലിയേറ്റീവ് നഴ്സ് റംല സുധീർ കിറ്റുകളും ധനസഹായവും ഏറ്റുവാങ്ങി. ഖലീഫ ട്രസ്റ്റ് കൺവീനർ TK ഉസ്മാന്റെ അധ്യക്ഷതയിൽ ട്രസ്റ്റി PP ഫൈസൽ, രക്ഷാധികാരികളായ RV ഷറഫുദ്ദീൻ,
PM നൂറുദ്ദീൻ, ചാരിറ്റി ഗ്രൂപ്പ് അംഗങ്ങളായ NK മുസ്തഫ, PV ശിവാനന്ദൻ, ഹുസൈൻ എടയൂർ, TK ഹുസൈൻ, നിസാർ, PM ഹംസ, MC ഷറഫുദ്ദീൻ, അലി, അബ്ദു തുടങ്ങിയവർ പങ്കെടുത്തു. പാലിയേറ്റീവ് ദിനമായ ജനുവരി 15-ന് വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ പുതപ്പുകളും ധനസഹായവും വീടുകളിലേക്ക് എത്തിച്ചു നൽകും. പുന്നൂർകുളം പരൂർ കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കാരുണ്യം കുടുംബ സംഗമവും ഹോമിയോ മെഡിക്കൽ ക്യാമ്പും അർഹരായ കുടുംബങ്ങൾക്കുള്ള കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു. കാരുണ്യം കോൺഫറൻസ് ഹാളിൽ നടന്ന കുടുംബ സംഗമത്തിൽ കാരുണ്യം വൈസ് ചെയർമാൻ ഷെരീഫ് പാണ്ടോത്തയിൽ സ്വാഗതം പറഞ്ഞു. കാരുണ്യം ചെയർമാൻ കുഞ്ഞുമുഹമ്മദ് വീട്ടിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി മനാഫ് വീട്ടിലവളപ്പിൽ, എക്സിക്യൂട്ടീവ് അംഗം റാഫി എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന മോട്ടിവേഷൻ സ്പീച്ചിൽ പ്രശസ്ത മോട്ടിവേഷൻ ട്രെയിനർ മുഫീദ ബന്ധവും ബന്ധനവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് എടുത്തു. സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പിന് പ്രശസ്ത ഹോമിയോ ഡോക്ടർമാരായ ജമാൽ, ഷമീമ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് നിർധനരായ 100-ലധികം ആളുകൾക്ക് ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്തു. മരുന്ന് വിതരണത്തിന് ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ ആറ്റുപുറം, ഷെരീഫ് പാണ്ടോത്തയിൽ എന്നിവർ നേതൃത്വം നൽകി. വനിതാ വിംഗ് പ്രസിഡന്റ് സഫിയ കുഞ്ഞുമുഹമ്മദ്, ട്രഷറർ സുഹറ കോട്ടയിൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. വനിതാ വിംഗ് മെമ്പർ സുലൈഖ ഷഹീർ നന്ദിയും പറഞ്ഞു. തിരുവാതിര ദിനാഘോഷത്തോടനുബന്ധിച്ച് എരുമപ്പെട്ടി കരിയന്നൂർ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ കൈകൊട്ടിക്കളി സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി NSS യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് തിരുവാതിരക്കളി നടത്തിയത്. 10 പേരടങ്ങുന്ന സംഘമാണ് കൈകൊട്ടിക്കളിയിൽ പങ്കാളികളായത്. വേലൂർ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലെ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് തുടക്കമായി. രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം മലർനിവേദ്യം, ഉഷപൂജ, അയ്യപ്പ ഭാഗവത പാരായണം, കാഴ്ചക്കുല സമർപ്പണം, നിറപറ സമർപ്പണം, ശനിദോഷ നിവാരണ ഹോമം, പന്തീരടി പൂജ എന്നീ ചടങ്ങുകൾ നടന്നു. വൈകിട്ട് നിറമാലയ്ക്കും ചുറ്റുവിളക്കിന് ശേഷം ദീപാരാധന, അത്താഴപൂജ, ഭസ്മാഭിഷേകം എന്നിവയും നടന്നു. ഹരിവരാസനത്തോടുകൂടി ചടങ്ങുകൾ സമാപിച്ചു. തുടർന്ന് അന്നദാനവും ഒരുക്കിയിരുന്നു. ക്ഷേത്ര ചടങ്ങുകൾക്ക് കപ്പിയൂർമന ഗിരീഷ് തിരുമേനി, സുധീർ കർമ്മ എന്നിവർ മുഖ്യ കാർമ്മികരായി. ക്ഷേത്രം ഇൻചാർജ് നാരായണൻ, ശിവദാസൻ പോട്ടിറത്ത്, വിനായകൻ, മണികണ്ഠൻ, ബാബു പെരുവഴിക്കാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. പുന്നയൂർ ശ്രീ പാവിട്ടക്കുളങ്ങര ശിവഭദ്ര ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര സന്നിധിയിൽ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ തിരുവാതിരക്കളി നടത്തി. പ്രസിഡന്റ് ഷീജ മോഹനൻ, സെക്രട്ടറി ചന്ദ്രിക സത്യൻ, ശാന്താദാസൻ എന്നിവർ നേതൃത്വം നൽകി. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് കാരയിൽ വിജയൻ, സെക്രട്ടറി ദയാനന്ദൻ മാമ്പുള്ളി, മുകുന്ദൻ എളയച്ചാട്ടിൽ, അപ്പു പെരുവഴിപ്പുറത്ത്, മറ്റു ഭാരവാഹികൾ എന്നിവർ ചേർന്ന് വിവിധ ടീമുകൾക്ക് ക്ഷേത്രത്തിന്റെ ഉപഹാരം നൽകി. ജനുവരി 23-ന് ക്ഷേത്രത്തിൽ നടത്തുന്ന പൊങ്കാല വിപുലമാക്കാനും മാതൃസമിതി തീരുമാനിച്ചു. 5 കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ 16ഓളം ടീമുകളാണ് തിരുവാതിരക്കളിയിൽ പങ്കെടുത്തത്. കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിലെ വിശ്വാസ പരിശീലന വിദ്യാർത്ഥികളും അധ്യാപകനായ സാബു M വർഗീസും ചേർന്ന് തയ്യാറാക്കിയ പുതിയ നിയമം കയ്യെഴുത്ത് പ്രതി ഫാദർ ഫിജോ മേലിട്ട് പ്രകാശനം ചെയ്തു. വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ എഡ്വിൻ ഐനിക്കൽ, ഡീക്കൺ വിബിൻഡോ, പ്രിൻസിപ്പാൾ CU ജെയിൻ എന്നിവർ പങ്കെടുത്തു. 11ാം ക്ലാസ് A ഡിവിഷനിലെ വിദ്യാർത്ഥികളും അധ്യാപകനായ സാബു M വർഗീസും ചേർന്നാണ് കയ്യെഴുത്ത് പ്രതി ഒരുക്കിയത്. NREG വർക്കേഴ്സ് യൂണിയൻ 2025 മെമ്പർഷിപ്പ് വിതരണത്തിന്റെ കടങ്ങോട് പഞ്ചായത്ത് തല ഉദ്ഘാടനം പാറപ്പുറം വായനശാല പരിസരത്ത് നടന്നു. യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗവും യൂണിയൻ പഞ്ചായത്ത് സെക്രട്ടറിയുമായ KK മണി ഉദ്ഘാടനം ചെയ്തു. കടങ്ങോട് പഞ്ചായത്ത് യൂണിയൻ പ്രസിഡന്റ് രമണി രാജൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ബീന രമേശ്, വായനശാല പ്രസിഡന്റ് UV ഗിരീഷ്, ജാനകി പത്മജൻ, യൂണിയൻ വൈസ് പ്രസിഡന്റ് ദിവ്യ ഗിരീഷ് എന്നിവർ സംസാരിച്ചു. ജപ്പാൻ ഷോട്ടോകാൻ കരാട്ടെ അസോസിയേഷൻ കീഴിൽ ഡ്രാഗൺ കരാട്ടെ ക്ലബിൽ 492 വിദ്യാർത്ഥികൾക്ക് ബ്ലാക്ക് ബെൽറ്റ് നേടാൻ നേതൃത്വം നൽകിയ മന്ദലാങ്കുന്ന് ഡ്രാഗൺ കരാട്ടെ ക്ലബ് സ്ഥാപകനും ചീഫ് ഇൻസ്ട്രക്ടറുമായ ഷിഹാൻ മുഹമ്മദ് സാലിഹിനെ ആദരിച്ചു. പഞ്ചായത്ത് 20ാം വാർഡ് മെമ്പർ C അഷ്റഫ് മൊമന്റോ സമ്മാനിച്ചു. കഴിഞ്ഞ മാസം ഊട്ടിയിൽ നടന്ന 21ാമത് ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റിൽ വിജയിച്ച സെമ്പായിമാരുടെ സ്വീകരണത്തിലായിരുന്നു ആദരം. സെൻസായിമാരായ ബാദുഷ, ജലീൽ, അനീഷ, ഹുസൈൻ, തഹസീന, മഹറൂഫ്, അലീന എന്നിവർ സംസാരിച്ചു. സെമ്പായിമാരായ ഷാരിഖ്, പ്രജിത്ത്, മിൻഹാജ്, നൂമാൻ, സയാൽ, ഷമീം, ഷദീന, സാലിഹ്, ഷാഹിദ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 7270 രൂപ, പവന് 58,160 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 96 രൂപ. ചരമം എരുമപ്പെട്ടി INTUC ജനറൽ വർക്കേഴ്സ് യൂണിയൻ മുൻ അംഗവും പാറയ്ക്കൽ കുറ്റിക്കാട്ട് പറിഞ്ചുവിന്റെ മകനുമായ വാറപ്പൻ നിര്യാതനായി 82 വയസ്സായിരുന്നു. സംസ്കാരം എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ നടന്നു. മേരി ഭാര്യയും പരേതനായ ഫിലിപ്പ്, ആൻജോ, ബെന്നി എന്നിവർ മക്കളുമാണ്. ചിറ്റാറ്റുകര ജനശക്തി റോഡിൽ ചിറ്റിലപ്പിള്ളി എലാന്ദ്ര ദേവസി മകൻ ജോഷി നിര്യാതനായി 59 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയ സെമിത്തേരിയിൽ നടക്കും. ഓമന ഭാര്യയും ജിനി, ജിബിൻ എന്നിവർ മക്കളുമാണ്. കാട്ടകാമ്പൽ നടുമുറി ഏഴിക്കോട് അപ്പുകുട്ടൻ മകൻ പ്രേമൻ നിര്യാതനായി 60 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10:30 അയനൂർ ശാന്തി തീരം ക്രിമിറ്റോറിയത്തിൽ നടക്കും. പ്രമീള ഭാര്യയും പ്രിയങ്ക, വിഷ്ണുപ്രിയ എന്നിവർ മക്കളുമാണ്. കുനമുച്ചി പന്നിശ്ശേരി ചുണ്ടക്കാരൻ സുബ്രഹ്മണ്യൻ ഭാര്യ ലക്ഷ്മി നിര്യാതയായി 74 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9 എളവള്ളി പഞ്ചായത്ത് ക്രിമിറ്റോറിയത്തിൽ നടക്കും. സിന്ധു, ഷിബു, ബാബു എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുന്നംകുളം നഗരസഭയുടെ EK നായനാർ ഷോപ്പിംഗ് കോംപ്ലക്സിലെ ലേലത്തിൽ പോകാത്ത 2 കടമുറികൾക്ക് ഓഫർ ക്ഷണിച്ചതിൽ ക്രമക്കേട് ആരോപിച്ച് കൗൺസിൽ യോഗത്തിൽ കോൺഗ്രസ് RMP അംഗങ്ങളുടെ ബഹളം. വിവാദ അജണ്ട വോട്ടിനിട്ട് പാസാക്കിയ ശേഷം മറ്റ് അജണ്ടകൾ പാസാക്കിയതായി പ്രഖ്യാപിച്ച് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ കൗൺസിൽ യോഗം പിരിച്ചുവിട്ടു. പ്രസിദ്ധമായ പാർക്കാടി പൂരത്തിന് കൊടിയേറി. പൂരം ജനുവരി 19 ഞായറാഴ്ച ഒരുക്കങ്ങളാകുന്നു. ഭക്തിയുടെ നിറവിൽ മകരച്ചൊവ്വാഘോഷങ്ങൾ. ദേവീപ്രീതിക്കായി പ്രദേശത്തെ ഭഗവതി ക്ഷേത്രങ്ങളിൽ നടന്ന പൊങ്കാല സമർപ്പണം ഭക്തി നിർഭരമായി. ദേശസ്നേഹത്തിന്റെ മഹനീയ മാതൃക പകർന്ന മണത്തല മർഹൂം ഹൈദ്രോസ് കുട്ടി മൂപ്പരുടെ ഓർമ്മയ്ക്കായുള്ള 237ാമത് ചന്ദനക്കുട നേർച്ചയ്ക്ക് കൊടിയേറി. മഹല്ല് പ്രസിഡന്റ് PK ഇസ്മായിൽ പതാക ഉയർത്തി. നേർച്ചയാഘോഷം ജനുവരി 27, 28 തീയതികളിൽ. വടക്കേക്കാട് മേഖലയിൽ തെരുവ് നായ ശല്യം രൂക്ഷം. നായ്ക്കളിൽ നിന്നും ഓടി രക്ഷപ്പെടവേ സ്കൂൾ വിദ്യാർത്ഥിക്ക് വീണു പരിക്കേറ്റു. കൈമുട്ടിന് പൊട്ടലേറ്റ വിദ്യാർത്ഥിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.